ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് 2021 2022 മാത്സിൽ മൊഡ്യൂൾ 3 നിന്നും മൊഡ്യൂൾ 4 നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്പീഡായിട്ട് നമ്മൾ അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിയിട്ട് പോകും. അതിനകത്ത് തന്നെ ഉള്ള ക്വസ്റ്റ്യൻസിനെ ഞാൻ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ മെയിനായിട്ട് നമുക്ക് 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് ലിമിറ്റ്സ് ആണ്, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനാണ്. ഡിഫറൻസിയേഷനിൽ തന്നെ കുറേ സബ് ടോപ്പിക്സും ഉണ്ട്. സോ നമുക്ക് ആദ്യം ലിമിറ്റ്സ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. 3 മാർക്സിൻ്റെയും 7 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്തത്. സോ ആദ്യം നമുക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ഡിവൈഡഡ് ബൈ 2 തീറ്റ. സോ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ സൈൻ 5 തീറ്റ ബൈ 2 തീറ്റയാണ്. സോ നമ്മുടെ കയ്യിലുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ എം തീറ്റ ഡിവൈഡഡ് ബൈ എം തീറ്റ വരികയാണെങ്കിൽ ആൻസർ എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ഇവിടെ സൈൻ 5 തീറ്റ വന്നുകൊണ്ട് താഴെ 5 തീറ്റ വരികയായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരുന്നു? 1 ആവുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നത് 2 തീറ്റയാണ്. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ വന്ന 2നെ നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. ഡിനോമിനേറ്ററിൽ 2 പുറത്തെടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. സോ എങ്ങനെ വരും? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 1/2 ഇൻറ്റു സൈൻ 5 തീറ്റ ബൈ തീറ്റ. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യും? സോ ഇനി നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, സോ നമ്മൾ 1/2നെ പുറത്തെടുത്തു. ഇനി ഉണ്ടാവുക ഇവിടെ സൈൻ 5 തീറ്റ ബൈ തീറ്റയാണ്. സോ മുകളിൽ 5 ആയതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 5നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്ത് കിട്ടും? 1/2 ഇൻറ്റു 5 ഇൻറ്റു സൈൻ 5 തീറ്റ ബൈ താഴെയും 5 തീറ്റ. സോ ആൻസർ എന്ത് വരും? ഇനി ഈ സൈൻ 5 തീറ്റ ബൈ 5 തീറ്റേൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഈ ഒരു റിസൾട്ട് പ്രകാരം 1 ആയിട്ട് മാറും. സോ 1/2 ഇൻറ്റു 5 ഇൻറ്റു 1 ദാറ്റ് ഈസ് 5/2. ഓക്കെ, ആൻഡ് ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ 2022 ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ കോസ് തീറ്റ. ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. സൈൻ 3 തീറ്റ കോസ് തീറ്റ ബൈ തീറ്റ. ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ 3 തീറ്റ ഉണ്ട്. സോ ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബാലൻസ് ചെയ്യാൻ വേണ്ടി മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3 ഇൻറ്റു സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ കോസ് തീറ്റ ദാറ്റ് ഈസ് 3 ഇൻറ്റു സൈൻ 3 തീറ്റ ബൈ കോസ് 3 തീറ്റേൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. നേരത്തെ കണ്ട സെയിം റിസൾട്ട് യൂസ് ചെയ്തിട്ട് സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ 1 ആവും. സോ 3 ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ, തീറ്റ എങ്ങോട്ടാണ് പോകുന്നത്? 0ലോട്ടാണ് പോകുന്നത്. അപ്പോൾ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 0. സോ 3 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0ൻ്റെ വാല്യൂ എന്താണ്? 1. സോ 3 ഇൻറ്റു 1 ഇൻറ്റു 1 ഈസ് 3. ഓക്കെ, സോ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്സിന് ചോദിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ്സ് എന്ന് 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 32 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 8. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x സ്ക്വയർ പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2. സോ ഇവിടെ ശ്രദ്ധിക്കുക, മുകളിൽ തന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്സിൻ്റെ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2 മാർക്സിൻ്റെ ആണ്. സോ ഇങ്ങനെ വരുമ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, സോ ഇങ്ങനെയുള്ള 7 മാർക്സിലും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കാണാം. അതുപോലെ 1 വേർഡ് ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ലിമിറ്റ് എന്ന് ഇങ്ങനെ 2 മാർക്കിനോ 1 മാർക്കിനോ ക്വസ്റ്റ്യൻ വന്നാൽ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഡയറക്റ്റായിട്ട് എക്സിൻ്റെ വാല്യൂസ് കൊടുക്കുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഏത് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്? ആൽജിബ്രായിക് ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു നോക്കാം. സോ ആൽജിബ്രായിക് ലിമിറ്റ്സ് ഒരു കമ്പൾസറി ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആൽജിബ്രായിക് ലിമിറ്റ്സിലെ റിസൾട്ട്?
limit x tends to a, x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും റിസൾട്ട് എഴുതണം. റിസൾട്ടിനായിരിക്കും 1 മാർക്ക്. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എക്സ് റൈസ് ടു 5 മൈനസ് 32 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ്. സോ എന്ത് ചെയ്യാം, 32നെ മാറ്റി നമുക്ക് എന്ത് എഴുതാം, 32 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 റൈസ് ടു 5 ആണ്. ആൻഡ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, 2 ക്യൂബാണ്. സോ എങ്ങനെ എഴുതാം ക്വസ്റ്റ്യനെ മാറ്റിയിട്ട്, എക്സ് റൈസ് ടു 5 മൈനസ് 2 റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ്. ഇനി ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 5 മൈനസ് 2 റൈസ് ടു 5 ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ്. മൊത്തം എക്സിൻ്റെയും 2വിൻ്റെയും കോമ്പിനേഷനാണ്. സോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 5 മൈനസ് 2 റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇനി എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിൽ നമുക്ക് ആൽജിബ്രായിക് ലിമിറ്റ്സിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. ഇവിടെ n എന്തായിരുന്നു, 5 ആണ്, a എന്താണ്, 2 ആണ്. അപ്പോൾ എങ്ങനെ കിട്ടും, 5 ഇൻറ്റു 2 റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, സെയിം റിസൾട്ട് അപ്ലൈ ചെയ്താൽ അവിടെ n 3 ആണ്, a 2 ആണ്. സോ 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 5 into 2 raised to 5 minus 1 is 4 divided by 3 into 2 raised to 3 minus 1 എന്ത് വരും, 2 square. So answer is 5 into 2 raised to 4 is 16. 5 into 16 divided by 3 into 2 square 4. That is 3 into 4 12. So that is 80 divided by 12. ഓക്കെ, ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടും. വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് എഴുതാം, 20/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x സ്ക്വയർ പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2. സോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്, 2ലോട്ടാണ്. സോ നമുക്ക് ലിമിറ്റിന് ഏത് വാല്യൂ കൊടുക്കാം, 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3 ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം, 2 സ്ക്വയർ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്, അതെങ്ങനെ എഴുതാം, 2 സ്ക്വയർ മൈനസ് 2. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 എന്താണ്, 12. 12 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 17 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഈസ് 2. സോ ആൻസർ ഈസ് 17/2. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും എസ്എ ക്വസ്റ്റ്യൻസ് വരിക. അത് 2021 ചോദിച്ചത്. ഇനി 2022 എഗെയിൻ 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, ഒന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3 sin 2x cos x by 5x. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x minus 1 by x square minus 1. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 3 മാർക്സിന് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് 3യും ഒരു 5ഉം ഉണ്ട്. സോ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, ഈ 3നെ കുറച്ച് പുറത്തോട്ട് വയ്ക്കുക, 5നെയും പുറത്തേക്ക് വയ്ക്കുക. 3യും 5ഉം പുറത്തോട്ട് വരുമ്പോൾ എങ്ങനെ മാറ്റി എഴുതാം, ഇവിടെ ശ്രദ്ധിക്കുക. 3 പുറത്തോട്ട് വന്നു, 5 ഡിനോമിനേറ്ററിൽ 5ഉം പുറത്തോട്ട് വന്നു. സോ 3/5 ഇൻറ്റു ബാക്കി എന്തൊക്കെയാണ്, സൈൻ 2x ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സിനെ നമ്മൾ എന്തായിട്ട് എഴുതി, ഒറ്റയ്ക്ക് എഴുതി. സോ സെയിം ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതിയത്, ഈ ഒരു പോർഷനെ നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതി, 3/5 സൈൻ 2x ബൈ എക്സ് കോസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ സൈൻ 2x ആണ്. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മേലെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബാക്കിയെല്ലാം നേരത്തെ പോലെ തന്നെ 3/5 ഇൻറ്റു 2 ഇൻറ്റു സൈൻ 2x ബൈ 2x ഇൻറ്റു കോസ് എക്സ്. എക്സ് 0ലോട്ടാണ് പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കോസ് എക്സിന് പകരം 0 കൊടുക്കും. ആൻഡ് സൈൻ 2x ബൈ 2xൻ്റെ വാല്യൂ എന്ത് വരും, 1 വരും. സോ ദാറ്റ് ഈസ് 3/5 ഇൻറ്റു 2 ഇൻറ്റു
1 ഇൻറ്റു 1 പറഞ്ഞാൽ സൈൻ 2x/2x ഇൻറ്റു കോസ് 0. കോസ് 0 എഗെയിൻ 1. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/5 ഇൻറ്റു 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6/5. ഓക്കെ, സോ ആൻസർ എന്താ വരിക? 6/5. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1/x²-1. ഇത് ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യേണ്ട, ഡിനോമിനേറ്ററിനെ മാത്രം ഫാക്ടറൈസ് ചെയ്താൽ മതി. സോ ഡിനോമിനേറ്ററിൽ ആരാണുള്ളത്? x² - 1 ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 9th പഠിച്ചിട്ടുള്ള a² - b² റിസൾട്ടാണ്. എന്തായിരുന്നു a² - b²? a² - b² = a + b ഇൻറ്റു a - b. സോ ആൻസർ എങ്ങനെ കിട്ടും? ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത് x² - 1² ആണ്. സോ അതിനെങ്ങനെ എഴുതാം? x² - 1 പറഞ്ഞാൽ x² - 1². x² - 1നെ നമുക്ക് മാറ്റി x + 1 ഇൻറ്റു x - 1 എന്ന് എഴുതാം. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം? x - 1 ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു x - 1. ഇനി x - 1 കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വരും? ഡിനോമിനേറ്ററിൽ x + 1, ദാറ്റ് ഈസ് 1/x + 1. ഇനി എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? 1ലോട്ട്. സോ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൻസർ ഈസ് 1/1 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് find limit x tends to 2 x⁴ - 16 divided by x³ - 18. സെയിം, ഇത് എവിടുത്തെ ക്വസ്റ്റ്യനാ? നമ്മുടെ ആൽജിബ്രായിക് ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. 16നെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? 2⁴ എന്ന് എഴുതാം. 8നെ മാറ്റി 2³ എന്ന് എഴുതാം. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ ഞാനത് എഗെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് x tends to 1 x² + 4x - 5 divided by x² + x - 2. സോ അഗെയിൻ ഇത് ഏതിലെ ക്വസ്റ്റ്യൻ ആണ്? ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ എങ്ങനെ ചെയ്യാം? x² + 4x - 5നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് x + 5 ഇൻറ്റു x - 1 എന്ന് എഴുതാം. അതുപോലെ x² + x - 2നെ ഫാക്ടറൈസ് ചെയ്തിട്ട് x + 2 ഇൻറ്റു x - 1 എഴുതാം. കോമൺ ആയിട്ടുള്ള x - 1നെ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ലിമിറ്റ് x ടെൻസ് ടു 1 x + 5 ബൈ x + 2. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, കാരണം x ടെൻസ് ടു 1 ആണ്, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 + 5 ഡിവൈഡഡ് ബൈ 1 + 2, ദാറ്റ് ഈസ് 6/3 ഈസ് ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 1 - cos 2x/x². 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 2 x² + 2x divided by x + 2. സോ ഈ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സോ എക്സിന് 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും 2² + 2 × 2 divided by 2 + 2. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിമിറ്റ് x tends to 0 1 - cos 2x ആണ്. സോ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രിഗ്നോമെട്രിയിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച റിസൾട്ട് ഉണ്ട്. 1 - cos 2x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 sin² x ആയിരുന്നു. 1 - cos 2x എന്തായിരുന്നു? 2 sin² x ആയിരുന്നു. സോ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ഓർമ്മ വേണം. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? 1 - cos 2x/x² മാറ്റി നമുക്ക് എന്ത് എഴുതാം? 2 sin² x. 1 - cos 2xന് പകരം 2 sin² x ഡിവൈഡഡ് ബൈ x² എന്ന് എഴുതാം. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാം? sin² xനെ മാറ്റി എനിക്ക് എന്ത് എഴുതാം? sin x ഇൻറ്റു sin x എന്ന് എഴുതാം. ആൻഡ് x² മാറ്റി എന്ത് എഴുതാം? x ഇൻറ്റു x. സോ ഈ 2 sin² x/x² നമ്മൾ മാറ്റി എന്ത് എഴുതി? 2 ഇൻറ്റു sin x ഇൻറ്റു sin x ഡിവൈഡഡ് ബൈ x ഇൻറ്റു x. ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എങ്ങനെ കിട്ടും? 2 ഇൻറ്റു sin x/x ഇൻറ്റു sin x/x. ഇനി sin x/xൻ്റെ വാല്യൂ എന്തായിരുന്നു? ആ ഒരു റിസൾട്ട് പ്രകാരം
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ ഇത് 1 ആയിട്ട് മാറും. ആൻഡ് അഗെയിൻ സൈൻ എക്സ് ബൈ എക്സ് 1. സോ ആൻസർ ഈസ് 2 ഇൻറ്റു, ഇവിടെ 2 ഉണ്ട്, 2 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2. ഓക്കെ, സോ ഇത്രയാണ് ലിമിറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ്.